തിമോർ ലെസ്റ്റെ മലായ് ദ്വീപസമൂഹത്തിന്റെ തെക്കേ അറ്റത്തുള്ള കിഴക്കൻ ലെസ്സർ സുന്ദ ദ്വീപുകളിലെ ദ്വീപ് രാജ്യം. ഇത് തിമോർ ദ്വീപിന്റെ കിഴക്കൻ പകുതിയും അടുത്തുള്ള ചെറിയ ദ്വീപുകളായ അറ്റോറോ, കാമ്പിംഗ്, ജാക്കോ, ടിമോറിന്റെ വടക്കുപടിഞ്ഞാറൻ തീരത്തുള്ള പാന്റെ മകാസർ പട്ടണം ഉൾപ്പെടെയുള്ള അംബെനോയുടെ എൻക്ലേവ് എന്നിവ ഉൾക്കൊള്ളുന്നു. തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് തിമോർ. ഭൂമിശാസ്ത്രം. കിഴക്കൻ തിമോറിന്റെ തെക്കുകിഴക്ക് തിമോർ കടൽ, വടക്ക് വെറ്റർ കടലിടുക്ക്, വടക്ക് പടിഞ്ഞാറ് ഓംബൈ കടലിടുക്ക്, തെക്കുപടിഞ്ഞാറ് പടിഞ്ഞാറ് തിമോർ, ഇന്തോനേഷ്യൻ പ്രവിശ്യയായ കിഴക്കൻ നുസ്റ്റെങ്കാരയുടെ ഭാഗം എന്നിവയാണ് അതിർത്തികൾ. ടിമോർ ദ്വീപിന്റെ കിഴക്കൻ ഭാഗം പരുക്കനാണ്. ഉയർന്ന പീഠഭൂമിയുടെ മധ്യഭാഗത്ത് ടാറ്റമൈലോ പർവ്വതത്തിൽ ടാറ്റ മൈലാവു 9721 അടി 2963 മീറ്റർ വരെ ഉയരുന്ന പർവ്വതങ്ങൾ. വരണ്ട ഉഷ്ണമേഖലാ കാലാവസ്ഥയും മിതമായ മഴയുമാണ് ഈ പ്രദേശത്തിനുള്ളത്. മലയോര പ്രദേശങ്ങൾ ചന്ദനം കൊണ്ട് മൂടിയിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങുകളും യൂക്കാലിപ്റ്റസ് മരങ്ങളും വളരുന്നു. ചൂടുനീരുറകളും നിരവധി മലനിരകളുമുണ്ട്. വന്യജീവികളിൽ കസ്കസ്, ഒരു ഇനം മാർസുബിയൻ, കുരങ്ങുകൾ, മാൻ, സിവെറ്റ് പൂച്ചകൾ, പാമ്പുകൾ, മുതലകൾ എന്നിവ ഉൾപ്പെടുന്നു. ഭൂരിഭാഗം ആളുകളും പാപ്പുവാൻ, മലയൻ, പോളിനേഷ്യൻ വംശജരും പ്രധാനമായും ക്രിസ്ത്യാനികളുമാണ്. ഏകദേശം 40 വ്യത്യസ്ത പാപ്പുവാൻ, മലയൻ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷകൾ സംസാരിക്കുന്നു. ടെറ്റം ആധിപത്യം പുലർത്തുന്നു. പോർച്ചുഗീസ് സംസാരിക്കുന്നത് ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ ഇത് രാജ്യത്തെ 2 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ്. മറ്റൊന്ന് ടെറ്റം, ഇന്തോനേഷ്യയും ഇംഗ്ലീഷും പ്രവർത്തിക്കുന്ന ഭാഷകളായി കണക്കാക്കപ്പെടുന്നു. കിഴക്കൻ തിമോർ ജനസാന്ദ്രത. ജനസംഖ്യയിൽ ഏതാണ്ട് എല്ലാവരും റോമൻ കത്തോലിക്കരാണ്. ചെറിയ പ്രൊട്ടസ്റ്റന്റ്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. പരമ്പരാഗത മതവിശ്വാസങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ കത്തോലിക്ക മതത്തോടൊപ്പം പ്രയോഗിക്കുന്നു. ജനസംഖ്യയുടെ 10% ഭാഗവും ഗ്രാമീണരാണ്. അർബൻ എന്ന് തരംതിരിക്കുന്നവരിൽ പകുതിയോളം പേർ ദില്ലിയിലാണ് താമസിക്കുന്നത്. ഹൈഡ്രോ കാർബൺ ഉത്പാദനം, പ്രത്യേകിച്ച് ഓഫ്ഷോർ പ്രകൃതി വാതക നിക്ഷേപങ്ങളിൽ നിന്ന് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കൻ ടിമോറിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കയറ്റുമതിക്കുള്ള മാർബിൾ ഖനനവും പ്രധാനമാണ്. സമ്പദ്വ്യവസ്ഥയുടെ നെടുംതൂണായ കൃഷി ഇപ്പോഴും അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ജോലി ചെയ്യുന്നു. ധാന്യം, ചോളം, അരി, മരച്ചീനി, മധുരക്കിഴങ്ങ്, ഉണക്ക ബീൻസ്, തേങ്ങ, കാപ്പി എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, സംസ്കരിച്ച കാപ്പി എന്നിവയുടെ നിർമ്മാണം പ്രധാനമാണ്. കരകൗശല വസ്തുക്കളിൽ മൺപാത്രങ്ങൾ, മരം, ആനക്കൊമ്പ് കൊത്തുപണികൾ, പ്ലേറ്റിംഗ്, കെയർ നിർമ്മാണം, കൊട്ട നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നു. വടക്കുകിഴക്കൻ തീരത്തിന് സമാന്തരമായി പോകുന്ന റോഡുകൾ മൗബറ, മനാട്ടുട്ടോ, ടുതുവാല, ദിലി എന്നിവയെ ബന്ധിപ്പിക്കുന്നു. പകുതിയോളം റോഡുകൾ കല്ലിട്ടിട്ടുണ്ട്. അംബെനോ പ്രദേശത്ത് വിലയേറിയ ചന്ദനക്കാടുകളും തെങ്ങിൻ തോപ്പുകളും നെൽത്തോട്ടങ്ങളുമുണ്ട്. അതിന്റെ പ്രധാന പട്ടണമായ പാന്തെ മകാസർ ഒരു തുറമുഖവും ഒരു വിമാനത്താവളവുമുണ്ട്. മലയോര തീരത്തുള്ള ദ്വീപായ അറ്റോറോയിൽ ഒരു വിമാനത്താവളവുമുണ്ട്. പ്രധാനമായും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു ജനസംഖ്യയുണ്ട്. കറൻസി $. ചരിത്രം. 1520-ൽ പോർച്ചുഗീസുകാർ ആദ്യം തിമോറിൽ താമസമാക്കി. 1522-ൽ സ്പാനിഷ് എത്തി. 1613-ൽ ഡച്ചുകാർ ദ്വീപിന്റെ പടിഞ്ഞാറൻ ഭാഗം കൈവശപ്പെടുത്തി. 1812 കുറയ്ക്കുക 15-ൽ ബ്രിട്ടീഷുകാർ ദ്വീപ് ഭരിച്ചു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും തിമോറിന്റെ മേൽ ആധിപത്യത്തിനായി പോരാടി. ദ്വീപിന്റെ കിഴക്കൻ പകുതിയിൽ പോർച്ചുഗീസ് പരമാധികാരം 1860-ലും 1893-ലും ഉടമ്പടികളിലൂടെ പരിഹരിക്കപ്പെട്ടു. എന്നിരുന്നാലും രണ്ടാമത്തേത് 1914-ൽ മാത്രമാണ് പ്രാബല്യത്തിൽ വന്നത്. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് ജാപ്പനീസ് സൈന്യം തിമോർ കീഴടക്കി. അംബെനോ എൻക്ലേവ് ഉൾപ്പെടെയുള്ള കിഴക്കൻ ടിമോർ പ്രവിശ്യ പിന്നീട് 1975 വരെ പോർച്ചുഗീസ് കൈവശം വച്ചു. അവിടെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ ഫ്രente റെവല്യൂഷണേറിയ ഡോ ടിമോർ ലെസ്റ്റ് ഇൻഡിപെൻഡെ വിപ്ലവ മുന്നണി ഒരു സ്വതന്ത്ര ഈസ്റ്റ് ടിമോറിനുള്ള കൂടുതൽ നിയന്ത്രണം നേടി. ഈ പ്രദേശം നവംബറിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഈസ്റ്റ് ടിമോർ ആയി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഡിസംബറിന്റെ തുടക്കത്തിൽ ഇന്തോനേഷ്യൻ സൈന്യം ഈ പ്രദേശം ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. 1976-ൽ ഇന്തോനേഷ്യ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കിഴക്കൻ തിമോർ തിമൂർ പ്രവിശ്യയായി പ്രഖ്യാപിച്ചു. അടുത്ത 2 ദശകങ്ങളിൽ ഇന്തോനേഷ്യൻ അധിനിവേശത്തെയും പിടിച്ചടക്കലിനെയും ചെറുത്തുതോൽപ്പിച്ചോ പട്ടിണിയുടെയും രോഗത്തിന്റെയും ഫലമായി 10,000-കണക്കിന് കിഴക്കൻ തിമോറികൾ മരിച്ചു. ചില നിരീക്ഷകർ 200,000 പേർ മരിച്ചുവെന്ന് ചിലർ അവകാശപ്പെടുന്നു. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് മറുപടിയായി കിഴക്കൻ തിമോറിന്റെ ഭാവി നിർണ്ണയിക്കാൻ 1999 ഓഗസ്റ്റ് 30-ന് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് അവിടെ ഒരു ഹിതപരിശോധനയ്ക്ക് അനുമതി നൽകി. ഏതാണ്ട് 5/4 വോട്ടർമാരും സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചു. ഇന്തോനേഷ്യൻ പാർലമെന്റ് ഇന്തോനേഷ്യയുടെ പ്രദേശം പിടിച്ചെടുക്കുന്നത് റദ്ദാക്കി. കിഴക്കൻ തിമോർ സ്വാതന്ത്ര്യത്തിന്റെ പ്രീ അനക്സേഷൻ പദവിയിലേക്ക് തിരിച്ചുവന്നു. എന്നാൽ UN മേൽനോട്ടത്തിൽ സ്വയം ഭരണമില്ലാത്ത ഒരു പ്രദേശമായി. എന്നിരുന്നാലും അധികാര കൈമാറ്റം സ്വാതന്ത്ര്യ വിരുദ്ധ പോരാളികൾ നടത്തിയ അക്രമത്തിനൊപ്പമായിരുന്നു. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ദ്വീപിന്റെ പടിഞ്ഞാറൻ പകുതിയിലേക്ക് പലായനം ചെയ്തു. അഭയാർത്ഥികൾ പിന്നീട് നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി.
സസ്യജാലങ്ങൾ. തിമോർ ലെസ്റ്റെ കിഴക്കൻ തിമോർ ഇപ്പോഴും വന്യമായ പ്രകൃതിഭംഗിയാൽ മെരുക്കപ്പെട്ടിട്ടില്ല. പലയിടത്തും അയിത്തം തോന്നുന്നു. വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാലാവസ്ഥാപരമായി കിടക്കുന്ന സസ്യങ്ങൾ നനഞ്ഞ താഴ്ന്ന തെക്കൻ സമതലങ്ങൾ മുതൽ ഈർപ്പമുള്ളതും വളരെ തണുപ്പുള്ളതുമായ പർവ്വതപ്രദേശം വരെയും തുടർന്ന് വരണ്ട വടക്കൻ തീരം വരെയും വ്യാപകമായി വ്യത്യാസപ്പെടുന്നു. വ്യത്യസ്തമായ സൂക്ഷ്മ കാലാവസ്ഥയുടെ ഫലമായി നിങ്ങൾ തിമോർ ലെസ്റ്റ് ചുറ്റി സഞ്ചരിക്കുമ്പോൾ സസ്യങ്ങൾ പെട്ടെന്ന് മാറുന്നു. ഉണങ്ങിയ തുറന്ന സവന്ന സസ്യങ്ങൾ ഇടതൂർന്ന വനമേഖലയിലേക്ക്. കടൽത്തീരങ്ങൾക്കും മുനമ്പുകൾക്കുമിടയിൽ കണ്ടൽക്കാടുകളുടെ കൂട്ടങ്ങൾ തീരപ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് മത്സ്യങ്ങളുടെ പ്രജനനത്തിന് പ്രധാന ആവാസ വ്യവസ്ഥ നൽകുന്നു. മൃഗങ്ങൾ. നിരവധി നൂറ്റാണ്ടുകളുടെ ആവാസവ്യവസ്ഥയും ഉപജീവനവും ഉള്ളതിനാൽ തിമോർ ലെസ്റ്റയിലെ വലിയ തദ്ദേശീയ സസ്തനികളുടെയും ഉരഗങ്ങളുടെയും എണ്ണം കുറയുന്നു. കുരങ്ങുകളും പുള്ളികളുള്ള കസ്കസും മരത്തിൽ വസിക്കുന്ന മാർസുബിയൽ വനങ്ങളിൽ വസിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ റൂസ് മാൻ ഉണ്ട്. ഇഴജന്തുക്കളിൽ പാമ്പുകൾ, ഡോക്കൈ പല്ലികൾ ലോകത്തിലെ ഏറ്റവും വലിയവയിൽ ഒന്ന്, കൂടാതെ മറ്റ് പല ചെറിയ ഗെക്കോകളും തൊലികളും ഉൾപ്പെടുന്നു. കടലാമകൾ മുട്ടയിടാൻ കരയിലേക്ക് വരുന്നു. അഴിമുഖ മുതലുകൾ തീരദേശ ആവാസ വ്യവസ്ഥകളിലും ഇറ-ലാലോറോ തടാകത്തിലും വസിക്കുന്നു. വവ്വാലുകളും ഷ്രൂകളും കാണപ്പെടുന്നു. പക്ഷിമൃഗാദികൾ. പക്ഷിമൃഗാദികൾ കൂടുതൽ സമൃദ്ധവും പക്ഷി നിരീക്ഷകർക്ക് താൽപ്പര്യമുള്ളതുമാണ്. പക്ഷികളുടെ വിചിത്രമായ മിശ്രിതത്തിന് ഏഷ്യൻ, ഓസ്ട്രേലിയൻ, വാലേഷ്യൻ ഉദ്ഭവങ്ങളുണ്ട്. തിമോർ ലെസ്റ്റയിൽ നിലവിൽ 240-ലധികം സ്പീഷീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 23 എണ്ണം എൻഡമിക് ആണ്. കൂടുതൽ ഗവേഷണങ്ങൾക്കൊപ്പം കൂടുതൽ ചേർക്കുന്നു. തിമോർ ലെസ്റ്റയിലെ പക്ഷിമൃഗാദികളുടെ സമൃദ്ധി, താമസവും കുടിയേറ്റവും പർവ്വതങ്ങൾ മുതൽ തീരം വരെയുള്ള വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥയെയും രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെയും ഭാഗികമായി പ്രതിഫലിപ്പിക്കുന്നു. തിമോർ ലെസ്റ്റയിൽ ഇപ്പോഴും ആഗോളതലത്തിൽ വംശനാശഭീഷണി നേരിടുന്ന ചില ജീവിവർഗങ്ങൾ താരതമ്യേന ധാരാളമുണ്ട്. മഞ്ഞകുരുവി, കറുത്ത കുക്കുപ്രാവ്, തിമോർ കുരുവികൾ, മറ്റ് നിരവധി പ്രാവുകൾ എന്നിവ ഉൾപ്പെടുന്നു. പാറകളും സമുദ്രവും. തിമോർ ലെസ്റ്റയുടെ അരികുകളുള്ള പാറകൾ പ്രാകൃതവും അസാധാരണമായ വൈവിധ്യവുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പവിഴ വൈവിധ്യമുള്ളതിനാൽ സമുദ്ര ജൈവവൈവിധ്യത്തിന്റെ ആഗോള മഹാകേന്ദ്രമായി അംഗീകരിക്കപ്പെട്ട പവിഴ ത്രികോണത്തിനുള്ളിലാണ് അവ കിടക്കുന്നത്. ലോകത്തിലെ 805 പവിഴ ഇനങ്ങളിൽ 76% അവിടെ കാണപ്പെടുന്നു. നിരവധി വർഷങ്ങളായി പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ സൃഷ്ടിച്ച് അവരുടെ മത്സ്യ ലഭ്യത സംരക്ഷിക്കുന്നു. കമ്മ്യൂണിറ്റികൾ അതിർത്തികൾ അംഗീകരിക്കുകയും അവിടെ മത്സ്യബന്ധനം നിരോധിക്കുകയും ചെയ്യും. ഈ പ്രദേശങ്ങളിൽ മത്സ്യവും പവിഴവും തൊടാതെ സൂക്ഷിക്കുന്നു. ഒരു സന്ദർശകൻ അതിശയകരമായ നീന്തൽ, സ്നോർക്കലിംഗ് അല്ലെങ്കിൽ ഡൈവിംഗ് എന്നിവ പ്രതീക്ഷിക്കാം. പവിഴ മത്സ്യങ്ങളും കടുപ്പമുള്ളതും മൃദുവായതുമായ പവിഴപ്പുറ്റുകളും നഗ്നശാഖകൾ മുതൽ കടൽ കുതിരകൾ വരെ, കടലാമകൾ മുതൽ മാന്താകിരണങ്ങൾ വരെ, ഭാഗ്യമുള്ള ഡുഗോങ്കുകളും തിമിംഗല സ്രാവുകളും വരെ കാണാൻ കഴിയും. ട്യൂണ, ബോണിറ്റോ, അയല തുടങ്ങിയ സ്കൂൾ ഓപ്പൺ വാട്ടർ ഫിഷ് ഇനങ്ങളും കണ്ടുമുട്ടുന്നു. സംരക്ഷിത ജലാശയങ്ങളിലെ ഉജ്ജ്വലമായ നിറങ്ങളിലുള്ള പവിഴപ്പുറ്റുകളുടെ ഭൂമികൾ മുതൽ അതിമനോഹരമായ ഡ്രോപ്പ് ഓഫുകൾ വരെ തിമോർ ലെസ്റ്റയുടെ സമുദ്രജീവിതം ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ചതല്ലെങ്കിൽ ചിലതാണ്. ജൈവ വൈവിധ്യത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും കലവറാണ് തിമോർ ലെസ്റ്റെ.